കുറേ ഞാൻ ചെല്ലുന്നവരെയും സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനാണ് എന്ന് പറഞ്ഞ് മറ്റാരെയും അങ്ങോട്ട് കയറ്റാതെ പോലീസുകാർ വളഞ്ഞു നിന്ന് ആ സ്ത്രീയോട് വളരെ ഇതായി സംസാരിക്കാനും ശേഷം ഞാൻ ചെന്ന് ആ സ്ത്രീ എന്നോട് 1 by 1 ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അടുത്തു നിന്നൊരു പ്രവർത്തകർ മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങുകയും അവിടെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ ബാക്കിയുള്ളവരെ എല്ലാം പുറത്തിറക്കാൻ ശ്രമിച്ച ആ സ്ത്രീയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുക. ഒരു പ്രതിയോട് പെരുമാറുന്നതിനേക്കാളും ക്രൂരമായും നിന്ദ്യമായുമാണ് പോലീസ് അവരോട് പെരുമാറിയത്. ആ സാഹചര്യത്തിൽ ഞാൻ ഭയപ്പെട്ടത് കൂത്താട്ടുകുളത്ത് അവരെ നിർത്തുന്നത് ഒരു കാരണവശാൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാകുമോ എന്ന് ഭയക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അവരെ എറണാകുളത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയും അല്ലെങ്കിൽ ഗുരുതരമായ ക്രമക്കേടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കോടതിയുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായി നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും. ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഇതുകൊണ്ടൊന്നും പിന്തിരിപ്പിക്കാമെന്നും അവർ കരുതണ്ട. CPM-ന്റെ ഗുണ്ടായിസത്തിന് മുന്നിൽ ജനാധിപത്യത്തെ പരാജയപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഉണ്ട്. ഞങ്ങൾ ഇവർക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസ് കൗൺസിലേഴ്സിനെ എല്ലാം മർദ്ദിച്ച് അവരെല്ലാം ഉപദ്രവിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം മർദ്ദിച്ച് വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമല്ലേ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ജനാധിപത്യ അവകാശങ്ങളും ലംഘിക്കപ്പെട്ടു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങേയറ്റം പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. പ്രത്യേകിച്ചൊരു സ്ത്രീ എന്ന നിലയിൽ ഇതിൻ്റെ അകത്ത് അവരെടുത്തു പറഞ്ഞ കാര്യം, സ്ത്രീകളടക്കം നിന്ന് അവരെ തെറി വിളിക്കുകയും വളരെ മോശമായ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവർ പറഞ്ഞത് ഈ സംഭവത്തിനിടയിലെല്ലാം അവർക്ക് നെഞ്ചിൽ ഗുരുതരമായ ചതവേറ്റിട്ടുണ്ട്, കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട്, അവരുടെ കാല് ഡോറിനിടയ്ക്ക് വെച്ച് ബലമായി അടച്ച് കാല് തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർ വളരെ ശാരീരികമായി പ്രയാസപ്പെടുമ്പോഴും അവർ പറഞ്ഞത്, എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയത് പെരുവഴിയിൽ വെച്ച് എൻ്റെ സാരി വലിച്ചെടുത്ത ഒരു ഡിവൈഎഫ്ഐക്കാരൻ, എൻ്റെ മകൻ്റെ പ്രായമില്ലാത്ത ഒരു ഡിവൈഎഫ്ഐക്കാരൻ എൻ്റെ വഴിയിൽ വെച്ച് സാരി വലിച്ചൂരി എടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലീസ് അവരെ പിടിക്കാനോ മാറ്റാനോ എൻ്റെ മാനം സംരക്ഷിക്കാൻ പോലും തയ്യാറായില്ല എന്നവർ വളരെ വേദനയോടുകൂടി പറയേണ്ടത്. 100% അവർക്കും അവരുടെ കുടുംബത്തിനും പൂർണ്ണ പിന്തുണ നൽകും. ഞങ്ങളെല്ലാവരും അവരോടൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കാറിൽ തന്നെ അവരെ കൊണ്ടുവന്നത്. ആ കാര്യത്തിലൊരു സംശയവുമില്ല. അവരുടെ സ്വതന്ത്രമായ അവരുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനുള്ള എല്ലാ അവസരവും ബാക്കി. പിന്തുണ നൽകിയില്ലെന്ന് മാത്രമല്ല, കിഡ്നാപ്പ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുകയായിരുന്നില്ല. നിങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കേരളത്തിലെ പോലീസൊന്നും ഇത്രയും അധപ്പതിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കാരണം ഒന്നില്ലെങ്കിൽ അവർ ധരിക്കുന്ന ആ കാക്കിയോടുള്ള ഒരു മാന്യതയും അതിനോടുള്ള ഒരു ആ യൂണിഫോമിനുള്ള റിഗാർഡെങ്കിലും കാണിക്കുന്നത്. സാധാരണ ഇതിലൊക്കെ പോലീസുകാർക്കൊക്കെ ഏതെങ്കിലും പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ ചായവോ അല്ലെങ്കിൽ ഭരണത്തോടുള്ള വിധേയത്വോ ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പച്ചയായി ജനാധിപത്യത്തെയും നിയമത്തെയും നീതിയെയും കശാപ്പ് ചെയ്യാൻ ആ യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ. ഏറ്റവും ഒടുവിൽ ഒരു കോൺഗ്രസ് MLA-യുടെ വാഹനത്തിൽ അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു അസാധാരണ കാഴ്ചയാണ്. ഇതുപോലെ സാഹചര്യങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സന്റെ വാഹനത്തിലാണ് ഇവരെ ബലമായി കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ആർക്കും എന്തും ആവാം, എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്ന അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും ഇന്ന് ഈ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ആ നിലയിലുള്ള ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹം ഇത് കാണുകയും ഇത് വിലയിരുത്തുകയും ഇവർക്ക് തക്ക മറുപടി നൽകുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.